രണ്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഞാൻ പാസ് എടുക്കുന്ന കാര്യമേ ഇല്ല. എന്റെ പൊന്നമ്മച്ചി, നിങ്ങളാണ് ഇവിടെ കിടന്ന് ഒച്ചണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉറക്കം കളയുന്ന ആരൊക്കെയെന്ന് അറിയാവാ? ഒന്ന് കൊതുകും, പിന്നെ ഈ പറഞ്ഞ അമ്മച്ചി. സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഏത് നേരം വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുവാൻ. എന്റെ ചങ്ക് കൂട്ടുകാരൻ അവനിവിടെ ഐസിയുവിൽ കിടക്കുവാൻ. അവന്റെ ഭാര്യ ഇത് അറിഞ്ഞിട്ടില്ല. അവൾ ഇവിടെ വരാൻ നേരത്തെ ഞാൻ അവളോട് എന്തോ പറയുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാൻ. അതവർക്ക് അറിഞ്ഞുകൂടാ. എന്റെ ദാസേട്ടൻ എന്താ പറ്റി? കണ്ണൻ ചേട്ടാ പറ എന്റെ ദാസേട്ടൻ എന്താ പറ്റിയത്? പറ. എന്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റിയ ഞാൻ ചത്തളയും. നീ പോയി ചത്താ പോരെ, എന്തിനാണ് എന്നെ തല്ലിക്കൊല്ലാന്ന് പറഞ്ഞു? എന്റെ ചേട്ടൻ എന്താ പറ്റിയത്? തലയിൽ തേങ്ങ വീണതാ. അയ്യോ, നിങ്ങൾക്കറിയോ, ഈ തെങ്കാശി പട്ടണത്തിലെ സുരേഷ് ഗോപി ലാലും നടക്കുന്ന പോലെ ഈ കണ്ണൻ ചേട്ടനും അകത്ത് കിടക്കുന്ന എന്റെ ചേട്ടനും നടക്കുന്ന ഒരേ കളറിലെ ഡ്രസ്സേ ഇടത്തുള്ളൂ, ഒരു പാത്രത്തിലേ കഴിക്കത്തുള്ളൂ, കല്യാണം കഴിയുന്നിടം പോയി ഒരുമിച്ചേ കിടന്നുറങ്ങത്തുള്ളൂ. എന്നിട്ട് തേങ്ങ വീണപ്പോ എന്റെ ചേട്ടന്റെ തലയിൽ മാത്രമാണല്ലോ. നീ എന്നാ വർത്താനോടി പറഞ്ഞത്? അങ്ങനാണോ പറഞ്ഞത്? എന്താ സംഭവിച്ചത്? സംഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ പഴഞ്ചൊല്ലി 11 അന്വേഷിച്ച് നടക്കുന്നവരാണല്ലോ. എടി, ഇവൻ എന്റെ വീട്ടിൽ മോങ്ങുന്ന ഒരു പട്ടിയുണ്ട്, ഭയങ്കര മോങ്ങലാണ്. ഇവൻ ആ പട്ടി അടിച്ചോണ്ട് നേരെ തെങ്ങിന്റെ അടി കൊണ്ട് കെട്ടി. മോങ്ങാനിരിക്കുന്ന നായയുടെ നല്ല തേങ്ങ വീഴുമെന്ന് നോക്കാം. എന്റെ ദൈവമേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പടക്കോന്ന് പറഞ്ഞൊരു ഒച്ച കേട്ട് പട്ടി മോങ്ങല് നിർത്തി. പിന്നെ കാണുന്ന ഇവന്റെ മോങ്ങല. ഞാൻ ചെന്ന് നോക്കിയപ്പോ തെങ്ങിന്റെ ചോട്ടിൽ ഇരുതലമൂരി കിടക്കും. എടീ, തേങ്ങ വന്നവന്റെ തലയെ വീണിട്ട് ഇത്രച്ചാണ് മുഴച്ചു നിൽക്കുന്നത്. രണ്ടും ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ അപ്പൊ തന്നെ ആംബുലൻസ് വിളിച്ചു. എന്നിട്ട് നേരെ തേങ്ങ എടുത്ത് വീടിനകത്ത് കൊണ്ടിട്ട്. നിങ്ങൾ എന്തോ കൂട്ടുകാരനാ മനുഷ്യ? ആദ്യം എന്റെ ചേട്ടനെ ആശുപത്രി കൊണ്ടുപോണ്ട് തേങ്ങ എടുത്താകത്തിട്ടോ. എടി, അവൻ അവിടെ കിടന്ന് അവിടുന്ന് ആരും അവനെ എടുത്തോണ്ട് പോകത്തില്ല. തേങ്ങ അതുപോലല്ല, അവിടെ കിടന്ന് അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ ചേട്ടൻ എടുത്തോണ്ട് പോകും. എന്നിട്ട് ഞാൻ ഗോപാലൻ ചേട്ടനോട് ചെന്നിട്ട് പറഞ്ഞു, ഗോപാലൻ ചേട്ടാ, ഇതുപോലെ ദാസന്റെ തലയിൽ തേങ്ങ വീണ്, അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞ് ഇയാൾ ചന്തയിൽ ചെന്ന് പറഞ്ഞു എന്തോന്നറിയാമോ? ദാസന്റെ തലയിൽ തെങ്ങ് വീണം. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുതലാളിയെ വിളിച്ച് ആരാണ്ട് പറഞ്ഞേക്കുന്നത്, ദാസൻ തെങ്ങി കയറി കയ്യും കാലും വിട്ട് താഴത്ത് വീട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. സത്യം പറഞ്ഞ നാട്ടുകാരിൽ ചെറിയൊരു വിഷയം കിട്ടിയാൽ മതി, അവരത് പറഞ്ഞു വലിയൊരു വിഷയമാക്കും. എന്റെ അവസ്ഥ തന്നെ ഒന്ന് നോക്കണം. ഞാനൊന്ന് ബസ്സിൽ കയറി, എന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ചേച്ചിടിക്ക് ഒന്ന് നീങ്ങി ചേച്ചി ഞാൻ പറഞ്ഞു. എല്ലാരും കൂടെ പറഞ്ഞുണ്ടാക്കി എന്തോന്നറിയാമോ, ഞാനാ ചേച്ചിയെ തോണ്ടിയത്. മുതലാളിയുടെ കാര്യം പറയുമോ? ഈ നീങ്ങി നിൽക്കുന്ന ചേച്ചി ബുദ്ധിമുട്ടാണ് ഇച്ചിരി വിശ്വസിക്കാൻ. ആ വെള്ളപൂശല് എനിക്ക് മനസ്സിലായി. എടി, അതാണോ ഇപ്പൊ ഇവിടുത്തെ കാര്യം? എടി, നിന്റെ ഭർത്താവ് അവിടെ ഐസിയുവിൽ കിടക്കുവാൻ, അതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. എന്റെ ചേട്ടൻ ഐസിയു കിടക്കുമെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ കണ്ണ് തള്ളിപ്പോയി ചേട്ടാ. എന്നെ തള്ളാറായിട്ടില്ല. കുറച്ച് കഴിയുമ്പോ ബില്ല് വരും. അപ്പൊ ഈ കണ്ണിങ് വെളിയിലോട്ട് വരും. എന്റെ അച്ഛനെ കൊണ്ടുവന്നപ്പോ ഞാൻ അനുഭവിച്ചതല്ലേ. ഒന്നുമില്ലെങ്കിലും തലയിൽ തന്നെ തേങ്ങ വീഴുകയും ചെയ്ത്. ഈ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ തലയിലെ 343 മർമ്മം ഉണ്ടെന്നാ കേൾക്കുന്നത്. അറിയോ? 343 മർമ്മം ഉണ്ടെന്നാ കേൾക്കുന്നത്. അതിനകത്ത് നല്ല നർമ്മം എടുത്ത് ആദ്യം അടിച്ചിരുന്നെങ്കിൽ ഈ സാധനം നേരെ അങ്ങ് കയറി പോയല്ലോ. നല്ല നർമ്മം ഉണ്ടെന്ന് പറഞ്ഞു. നർമ്മന്നാണോ? തലയില് മർമ്മത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അതൊക്കെ പൊട്ടി തന്നെ തല തോർത്ത് കെട്ടി വെച്ചോണ്ട് വന്നു. പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ തല ടോർച്ച് എടുത്ത് കെട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ? അയ്യോ, ഈ തല തോർത്ത് കെട്ടിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരണം. ഹോസ്പിറ്റലിലോട്ട് വരുമല്ലേ? ഇതിനൊക്കെ അതുപോലെ ഒരു ചിന്തയില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഭർത്താവ് അകത്ത് കിടക്കുന്ന ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുന്നത്, എന്നിട്ട് എന്റെ ചേട്ടൻ ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? ഒരു ഭാര്യ ഇങ്ങനെ നടക്കും. തലയിലെ നര അറിയിക്കാതിരിക്കാൻ വേണ്ടി തോർത്തും കെട്ടിക്കൊണ്ട് വന്നാന്ന് പറയരുത്. അവരെന്നോട് പറഞ്ഞായിരുന്നു പോകുമ്പോ ഡൈയും മേടിച്ചോണ്ട് പോകണം. ദാസന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഞാൻ പോട്ടേട്ടാ. അതിനെ കാണാൻ കൊതിയായോ? അല്ല, ഇരുതലമുരി ഒന്ന് കാണണമെന്നുണ്ട്. സാറേ, ഞാൻ ദാസന്റെ ആള് ഞാനായിരുന്നു. ഓ, ദാസന്റെ ബന്ധുവാണല്ലേ? അതെ. പറയുന്നോണ്ട് വിഷമമൊന്നും തോന്നരുത്. ഇല്ല സാറേ, മരുന്നുകളൊന്നും പ്രതികരിക്കുന്നില്ല. അല്ലേലും അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രതികരിക്കാറില്ല സാർ. ഒരു തരത്തില് സമ്മതിക്കത്തില്ലല്ലേ? അതല്ല പറഞ്ഞത്, മരുന്നുകളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന്. സാറേ, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഐ എം സോറി. എന്റെ ദൈവമേ, സോറി എന്ന് പറയുകയും ചെയ്ത് ഇനി ഞാനിതൊരു സ്റ്റോറി ആയിട്ട് ഇവിടെ മൊത്തം പറയുകയും ചെയ്യണം. എന്നാലും അവർ തന്നെ ആദ്യം വിളിച്ച് പറഞ്ഞേക്കാം. ഹലോ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്ന? ഏകദേശം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നിങ്ങളിങ്ങോട്ട് പുറപ്പെട്ടേ, പിള്ളേരെ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ. അതെ, ഡോക്ടർ ഇപ്പൊ വിളിപ്പിച്ചായിരുന്നു. അപ്പൊ ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണമെന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒന്നല്ലല്ലോ. അത് ഏത് നിമിഷത്തിലായാലും വരും. ശരിയാ. സംഭവം പറയുന്നത് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ? ദാസന്റെ കാര്യത്തിൽ ഏകദേശം പിന്നെ ഒരു കാര്യം ഈ സമയത്ത് നിന്നോട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നിന്നോട് പറയണമെന്ന് പറഞ്ഞു വെച്ചോണ്ടിരുന്നതാണ്. പറയാട്ടോ. ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കരുത്. കൈവരൽ വരെ അഭിനയിക്കുന്ന മോഹൻലാലിന്റെ ഫിഗർ പിടിച്ചതാണോ? അതല്ല, ഒരു പെക്കൊഴിച്ചു വെച്ച് അടിക്കാൻ നിന്നപ്പോഴാണ് തേങ്ങ തലവണി ഇങ്ങോട്ട് വന്നത്. അടിക്കാത്തോട്ടുള്ള കൈവരലാണ്. അവനെ കൂത്താട്ടുകുളത്ത് ശ്രീദേവി എന്ന് പറഞ്ഞൊരു പെണ്ണിൽ ഒരു മോനുണ്ട്.
ഉണ്ട്. ഇത് പറഞ്ഞില്ലേ മോശമായി പോകുന്നു. ദാസന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ആംബുലൻസ് വിളിക്കാനായിരിക്കും. സാറേ, താനല്ലേടോ നേരത്തെ ഓ ദാസന്റെ ബന്ധുവാന്ന് പറഞ്ഞ് കയറി വന്നത്? ഓ ദാസനാ? ഓ ഇത് പി ദാസനാന്ന്. അയ്യോ, ഞാൻ പി ദാസന്റെ ആളാണ്. അപ്പൊ ഓ ദാസനാരാ? ഓ ദാസനാരെ എനിക്കറിഞ്ഞൂടാ. ആരാ ഈ ഓ ദാസൻ? എടോ ഓ ദാസനാണ് ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നത്. അയാൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലോ ടർഫിലോ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ, അതിന് എനിക്കെന്താണ്. എന്റെ കൂട്ടുകാരൻ ദാസൻ, പി ദാസൻ, അവനെന്താണ് കുഴപ്പം? എടോ അതല്ല പറഞ്ഞത്, പി ദാസന് കുഴപ്പമില്ല. അയാൾ ഒരു 4 മാസം റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കുഴപ്പമില്ലേ? ഇല്ല. പിന്നെ അയാൾ മരിച്ചു പോകുന്ന പറഞ്ഞാ അത് ഓ ദാസനല്ലേ? എന്റെ ഡോക്ടർ ഒരുപാട് മുടഞ്ഞ വർത്താനം പറയരുത്. ഇവിടെ താന് തന്നെ വർത്ത. ഞാൻ ഈ കൂത്താട്ടുകുളത്തെ കാര്യവും പറഞ്ഞു, ഈ കൂത്താട്ടുകുളത്ത് ആൾക്കാരും ഇങ്ങോട്ട് വരും. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടല്ല. എന്തോ പറയുന്നു പറഞ്ഞു. അതെ, ഡോക്ടറിനെ ഞാനിപ്പോ ചെന്ന് കണ്ടായിരുന്നു. അതിന് അവന് കുഴപ്പമൊന്നുമില്ല, അവൻ റിക്കവറി ആകൂന്നാണ് പറയുന്നത്. അയാള് കോമയിലാകും. ഡോക്ടർ പറഞ്ഞ അവൻ റിക്കവറി ആവും. അയാള് കോമയിലാകും. MBBS പഠിച്ച ഡോക്ടറാണ് പറയണത് അയാൾ റിക്കവറി ആവുന്നു. 10ാം ക്ലാസ് പോയിട്ട് ഈ ലക്ഷ്മിയെ പറയുന്നു അയാൾ ഇന്ന് വരും, അയാളുടെ തലമട തല്ലിപ്പൊട്ടി ഞാൻ കോമയിലാകും. അയ്യോ, സത്യമായിട്ടൊരു കാര്യം പറയട്ടെ. എന്തുവാ? ഞാൻ നുണ പറഞ്ഞേ. അങ്ങനെ കൂത്താട്ടുകുളത്ത് മറ്റേ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ, ശ്രീദേവി. ഞാൻ നുണ പറഞ്ഞേ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ നുണച്ചനാണ് ഞാൻ. എന്റെ അച്ഛനെന്നെ വരെ നുണ പറഞ്ഞ് പിരിച്ചവനാണ് ഞാൻ. നുണയനാണ് ഞാൻ, വെറും നുണയെ. കിടന്ന് ഉരുളല്ലേ, അയാളുടെ കൂടെ കൂടി എന്നെയും കൂടി ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ കിടന്ന് ഉരുളല്ലേ കേട്ടോ. അറിഞ്ഞൂടെ എന്തോ സംഭവിക്കും. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടി. കണ്ണ, നിനക്കിപ്പോ എന്നെ കണ്ടിട്ട് എന്ത് തോന്നടാ? ഡ്രംസ് അടിക്കാൻ പോണ ശിവമണിയെ കൂട്ടോട്ട്. കണ്ണ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടടാ കണ്ണ. രക്ഷപ്പെട്ടു എന്ന് പറയാറായിട്ടില്ല. ഒരു വിസ മുടങ്ങിയാലും വേറൊരു വിസ നിനക്ക് വേണ്ടി റെഡി ആയിട്ടിരിപ്പോ. നീ എന്തൊക്കെയാടാ പറയുന്നത്? പറയുന്നതെല്ലാം മനസ്സിൽ അല്ല, മനസ്സിലായി. പൈസക്ക് വേണ്ടിട്ടല്ലേ. അവിടെ ഇങ്ങോട്ട് വീൽ ചെയറിലല്ലേ കൊണ്ടുവന്നത്, അല്ലാതെ ഓട്ടോയിലൊന്നും അല്ലല്ലോ. ഇവിടുന്ന് ശമ്പളമല്ലേ കിട്ടുന്നത്. പോടാ പോടാ, ഇങ്ങോട്ട് പോടാ, ചെല്ലു പോ. തുറഞ്ഞാൻ വിടും. നിനക്ക് തുറച്ചിലത്തിരി കൂടുന്നുണ്ടല്ലോ. ലക്ഷ്മി, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നീ പേടിക്കണ്ട. ഡോക്ടർ പറഞ്ഞെന്തെന്ന് അറിയാമോ? 3 മാസം വരെ എന്റെ പെടലി ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റാൻ പറ്റുന്നില്ല പറയുന്നത്. പിന്നെ ഒരു ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പെടലി ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റാന്ന. കാട്ടുകുളത്തുള്ള ശ്രീദേവി ആരാ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. റെഡിയായി, പെടല് റെഡിയായി. ഒരു ഫിസിയോതെറാപ്പി കൊണ്ട് റെഡിയാവുമെന്ന് പറഞ്ഞ സാധനം റെഡിയായി. അകത്ത് ഫിസിയോതെറാപ്പിക്ക് ഇനി ആരെങ്കിലും കിടപ്പുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ പേരുണ്ട് എന്നെ പോലെ. ഇനി എന്നാ ഡോക്ടറിനോട് ചെന്ന് പറ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യണ്ട, അവിടെ ആ ശ്രീദേവിയെ വിളിച്ചോണ്ട് വന്നാ മതി. എന്റെ ഭാര്യനാ ഞാൻ നിന്ന് പറഞ്ഞു. ഇവന്റെ ഭാര്യയോ? അല്ലല്ലേ, എന്തൊക്കെ നുണയുടെ പറഞ്ഞിട്ട് ഞാനെന്തോന്നു നീ എന്തോ നുണയുടെ അവിടെ പറഞ്ഞിട്ട്? ഞാനല്ലേ ആ ഡോക്ടറാണ്. അയാൾ പറഞ്ഞു നീ ചത്തു, നിനക്ക് ചത്താ പോരായിരുന്നു. നീ എന്തിനാ വന്നത്? എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടാ. എനിക്ക് എന്റെ തലയിൽ തേങ്ങ വീണതിന് ശേഷം എനിക്ക് ഒന്നും ഓർമ്മയില്ല. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? എന്റെ തലയിൽ തേങ്ങ വീണതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല. തല തേങ്ങ വീണത് തനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ട്. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അതിനുള്ള ബോധമുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം താൻ മറന്നുപോയല്ലേ? ആ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണൻ ചേട്ടാ, ചേട്ടനും അറിയാലോ ഇയാളൊരു ഭക്ഷണ കൊതിയനല്ലേ. ഇയാള് പച്ചപ്പാതിരാത്രി വിളിച്ചുണർത്തിയിട്ട് ആഹാരം വേണോന്ന് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെ നോക്കിയതാ ഈ മനുഷ്യനെ ഞാൻ. എന്നിട്ട് നിങ്ങൾക്ക് ശ്രീദേവിയിൽ ഒരു കൊച്ചുണ്ടല്ലേ, 5-6 കൊല്ലമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുപോലെ നോക്കിയിട്ട് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പറ്റിയിട്ടുണ്ടോ? ആ സംഭവം എന്താണെന്നറിയാവോ? എന്താ? അവന് ചോറ് ഇവിടെയും കൂറ് അവിടെയോ. നിന്റെ ഭാഗത്താണ് തെറ്റ്. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിട്ട് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ? എന്റെ പൊന്നുമോളെ ഒരു കാര്യം പറട്ടെ, മിനിഞ്ഞാന്നും രാവിലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. എടാ, നീ എന്താ എന്റെ ഭാര്യ സ്വപ്നം കാണുന്നത്? എന്റെ അളിയ ഇത് സ്വപ്നമാണ്. വരാൻ നേരത്ത് അവന്റെ ഭാര്യ ഇവന്റെ ഭാര്യ എന്നൊന്നും ഇല്ല. എനിക്ക് എഡിറ്റ് ചെയ്ത് കാണാനായിട്ട് അറിയത്തില്ല. നിങ്ങൾക്കറിയാവോ, എനിക്ക് പാരമ്പര്യമായിട്ട് മാങ്ങാമാല കിട്ടി, പാലക്കാമാല കിട്ടി. ഇതെല്ലാം ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എടുത്തു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ അതുകൊണ്ട് വിറ്റ് തൊലച്ച്. ആ വർത്തമാനം മാത്രം പറയരുത്. എന്താ? അവൻ പല വൃത്തികേടുകളും ചെയ്തു കാണും. പക്ഷെ അവനത് വിറ്റ് തൊലച്ചൊന്ന് മാത്രം പറയരുത്. പിന്നെ അതെവിടെ? കൂത്താട്ടുകുളത്തുള്ള ശ്രീദേവി ഇല്ലേ, അവളുടെ കഴുത്തെ കിടപ്പുണ്ട് ഈ പാവയ്ക്കാമാലയും മാങ്ങാമാലയും എല്ലാം. എനിക്ക് എന്റെ മാങ്ങാമാല ഇപ്പൊ
വേണം. എനിക്ക് എന്റെ മാങ്ങാമാല ഇപ്പൊ വേണം. ഒരു മാങ്ങാച്ചാർന്ന് മേടിക്കാനുള്ള പൈസ പോലും എന്റെ ഇല്ല. എന്റെ കാലം നിങ്ങളുണ്ടല്ലോ. ഞാൻ ഇന്ന് ഇറങ്ങി പോവുക ഇവിടുന്ന്. നാളെ രാവിലെ വീട്ടിൽ പേപ്പർ വരും. പത്രം ഇടാൻ പോവാണ്. പത്രം ഇടാനാണോ? ഡിവോഴ്സ് പേപ്പർ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വരും. ഞാൻ എന്റെ വീട്ടിൽ പോവാ. നീ എവിടെ പോണ്? ഞാൻ എന്റെ വീട്ടിൽ പോവാ. എന്നാ പിന്നെ ഞാനും വരാം. ഓ, നിങ്ങൾ അവിടെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ പല്ലില്ലാത്ത പട്ടിയില്ലേ, അതിന് വെപ്പുവല്ല് വെച്ചിട്ട് നിങ്ങളുടെ കാലെ കടിപ്പിക്കും. അങ്ങോട്ടെങ്ങാനും കേറിയാ എന്റെ സ്വഭാവം മാറ്റിക്കളരുത് കേട്ടോ. നീ പോവല്ലേ? ഞാൻ പോവും. പോവല്ലേ എന്ന് ഞാൻ പറഞ്ഞു. പൊക്കോണം അവിടുന്ന്. അതെ, ആ. അച്ഛനെ തിരക്കിന്ന് പറഞ്ഞേക്കാം. അച്ഛനെ പ്രത്യേകിച്ച് തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അറിഞ്ഞു കഴിയുമ്പോ അച്ഛൻ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ തിരക്കിക്കോളും. നിങ്ങൾ ഒറ്റ ഒരുത്തരോ മനുഷ്യൻ ഈ മനുഷ്യൻ ഇങ്ങനെ ആക്കുന്നത്. നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ രണ്ട് മുട്ടും ചിരട്ടയും തല്ലിപ്പൊട്ടിക്കാനായിട്ട്. ഇരിക്കാം. ആ, നിങ്ങൾക്ക് പേർക്ക് തന്നെ. നിങ്ങൾ ഒറ്റ ഒരുത്തരം ഇയാളെ അല്ല, നശിപ്പിക്കുന്നത്. ഞാനേ. പൊക്കോണം അവിടുന്ന്. ഫ്ലിപ്കാർട്ടിൽ വന്ന സുരേഷ് ഗോപി. നല്ല കാര്യം എന്റെ കുടുംബം കളിക്കുന്നു. എടാ, ഞാൻ എന്നാ ചെയ്തെന്നാ പറഞ്ഞു? നീ ചാകാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞത്. അവൾ എന്നെ കളിച്ചിട്ട് പോയടാ. പോയിട്ട് എന്ത് ചെയ്യാനാ? വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവള് പോട്ട്, അവള് പോട്ട്, അവള് പോയ വഴിക്ക് പോട്ട്. എനിക്ക് എന്റെ കണ്ണുണ്ടല്ലോ, അത് മതി. ഞാനാ? ഏ, ഞാനില്ല. എടാ, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ. എനിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ പോവാണ്. എന്റെ മുട്ടിന്റെ ചിരട്ട പോകുന്നാ പറഞ്ഞത്. ഈ മുട്ടിന് ചിരട്ടയില്ല പിന്നെ ഞാൻ എങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ തുടയെ കുത്തി ചാടി പോകും. എനിക്ക് വയ്യ. അതുകൊണ്ട് നിന്റെ കൂടെ ഇനി ഒരു മുട്ടിനും ഞാനില്ല. എടാ, അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ? നിന്റെ തലേ വീണ തേങ്ങയില്ലേ, ഓ. അത് വീട്ടില് റൂമിനകത്ത് ഇരിപ്പോട്ട്. ആ. അതെടുത്ത് ഒരൊറ്റ കടി വെച്ച് കൊടുക്കും.